നമ്മളെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ആദ്യമായിട്ട് മറ്റൊരാളുടെ കയ്യിൽ നിന്നും കോഴിയെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ ഒന്ന് പറയുന്നത്. ഒന്ന്, എപ്പോഴാണ് കോഴികൾക്ക് ലാസ്റ്റ് വിര ഇളക്കിയത്? 2, എപ്പോഴാണ് R2B അല്ലെങ്കിൽ ലെസോട്ട വാക്സിൻ കൊടുത്തത്? 3, നിലവിൽ അവർക്ക് കൊടുത്തു പോരുന്ന ഫുഡിനെ കുറിച്ച്. ഈ 3 കാര്യങ്ങൾ അറിഞ്ഞാലേ വാക്സിൻ എടുക്കണോ അല്ലെങ്കിൽ വിര ഇളക്കണോ, എന്താണ് തീറ്റ കൊടുക്കേണ്ടതെന്ന് നോക്കാൻ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. വാക്സിൻ കൊടുത്തിട്ടും വിര ഇളക്കിയിട്ടും 1 മാസം കഴിഞ്ഞെന്നുള്ള ഒരു മറുപടിയാണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാം. ആദ്യമായിട്ടാണ് ഈ മേഖലയിലേക്ക് വരുന്നതെങ്കിൽ വലിയ കോഴിയെ മാത്രം വാങ്ങുക. പൊടിക്കുഞ്ഞുങ്ങളെ വാങ്ങാതിരിക്കുക. കുഞ്ഞുങ്ങളെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പരിചരണം അറിയാത്തത് കൊണ്ട് ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. കഴിയുന്നതും അഡൽട്ടായിട്ടുള്ള മുട്ടയിടാനായ അല്ലെങ്കിൽ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന ജോഡികളെ വാങ്ങുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 5 കോഴികളെയും ഒരു പൂവൻ കോഴിയെയും വാങ്ങുക കേട്ടോ. അങ്ങനെ കൊണ്ടുവരുന്ന കോഴികളെ ഒരാഴ്ച ടൈമിൽ നമ്മുടെ പുതിയ ചുറ്റുപാടൊക്കെ ആയിട്ട് മിങ്കിളാവാൻ നമുക്ക് സമയം കൊടുക്കുക. അതിന് ശേഷം 3 ദിവസം അടുപ്പിച്ച് സപ്ലിമെൻറ്റിൻ്റെ സപ്പോർട്ട് കൊടുക്കുക. അതായത് വിമറാൾ, ഗ്രോയിപ്ലക്സ്, ഏതെങ്കിലും നമ്മളെ കയ്യിൽ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏത് സപ്ലിമെൻ്റാണോ അത് വെള്ളത്തിലോ ഫുഡിലോ ചേർത്ത് കൊടുക്കുക കേട്ടോ. 3 ദിവസം ഇത് കറക്റ്റായി കൊടുത്തതിന് ശേഷം വിര ഇളക്കാനുള്ള മരുന്ന് കൊടുക്കുക. അതിനെക്കുറിച്ചൊക്കെ വിര ഇളക്കാനുള്ള മരുന്നൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയില്ലെങ്കിൽ അത് അടുത്തൊരു വീഡിയോ ചെയ്യും. അതിന് ശേഷമുള്ള 3 ദിവസം സപ്ലിമെൻറ്റ് സപ്പോർട്ട് കൊടുക്കുക. വിര ഇളക്കിയതിന് ശേഷം, വിര ഇളക്കുന്നതിൻ്റെ മുമ്പ് 3 ദിവസം നമ്മൾ സപ്ലിമെൻറ്റിൻ്റെ സപ്പോർട്ട് എന്തായാലും കൊടുക്കണം. ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നമുക്ക് ലെസോട്ട വാക്സിൻ കൊടുക്കാൻ പറ്റൂ. വാക്സിൻ കൊടുക്കുന്ന വീഡിയോ നമ്മുടെ ചാനലുണ്ട്. അത് ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള വാക്സിനാണ്. അതിൽ ആ വീഡിയോ ഇട്ടത്. വലിയവർക്ക് കൊടുക്കുന്നതിലുള്ള മാറ്റം എന്ന് വെച്ചാൽ അതിൻ്റെ മുന്നൊന്ന് വാക്സിൻ കൊടുക്കുന്നതിൻ്റെ 3 ദിവസം മുമ്പ് ഒന്ന് വിര ഇളക്കണമെന്നേ ഉള്ളൂ. അതിന് ശേഷമേ വാക്സിൻ കൊടുക്കാൻ പറ്റൂ. പിന്നെ വേറൊരു വാക്സിൻ ഉള്ളത് IBD വാക്സിനാണ്. അതൊരു കോഴിക്കുഞ്ഞുണ്ടായി 6 ആഴ്ച പ്രായമാകുന്നതിന് മുമ്പാണ് IBD വാക്സിൻ കൊടുക്കേണ്ടത്. പിന്നെ 6 ആഴ്ച ശേഷം IBD വാക്സിൻ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അതായത് വലിയ കോഴികൾക്ക് IBD എടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് R2B വാക്സിനായിട്ടുള്ളത്. R2B കോഴിൻ്റെ ത്വക്കിൻ്റെ ഇടയിൽ കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ്. ഇതൊരു ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് അധികം ആരും ഇത് കൊടുക്കില്ല. പേടികൊണ്ടും വേറൊരാളെ സഹായം വേണ്ടതുകൊണ്ടൊക്കെ ഇത് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. അതിന് കുഴപ്പമൊന്നുമില്ല. അതിന് ബദലായിട്ട് വിരളിളക്കിയതിന് ശേഷം ലെസോട്ട വാക്സിൻ 3 മാസം കൂടുമ്പോൾ നമ്മൾ കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചോദിക്കേണ്ടത് നിലവിൽ എന്ത് തീറ്റയാണ് കൊടുക്കേണ്ടതെന്നാണ്. കൂട്ടിൽ അടച്ച് വളർത്തുന്നതാണ് പ്രത്യേകിച്ച് ചോദിച്ചറിയണം. നിലവിൽ അവരെന്ത് തീറ്റയാണ് കൊടുക്കുന്നത് അത് തന്നെ കൊടുക്കാം. കുറച്ച് ദിവസം കഴിഞ്ഞ് കുറേശ്ശായിട്ട് നമ്മളെ തീറ്റയിലേക്ക് ഏത് തീറ്റയിലേക്കാണോ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ആ തീറ്റ ഗ്രാജുവലി ആഡ് ചെയ്ത് കൊടുത്ത് 1-2 ആഴ്ചയ്ക്ക് ശേഷം 1-2 ആഴ്ച നമ്മൾ തീറ്റയിലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ആ തീറ്റയിലേക്ക് കൺവേർട്ടാക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, എത്ര നല്ല കോഴിയാണെന്ന് ആര് പറഞ്ഞാലും ഒരു അസുഖവും ഇല്ലെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ വേറെ കോഴികളുണ്ടെങ്കിൽ കൂട്ടത്തിൽ ഇടാതിരിക്കുക. ഒരാഴ്ചയെങ്കിലും അവരെ നിരീക്ഷിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഒന്നിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യൂ കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കോഴിനെ വളർത്തുന്നവർക്കൊക്കെ ഷെയർ ചെയ്തോളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.